ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. സ്റ്റെഫി എങ്ങനെയുണ്ട്? പിന്നെന്താ, എന്ത് പേരൊക്കെയാണ്. വാവ്, അടിപൊളി. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓടും. അടിപൊളി. എനിക്കൊരു 5-6 കൈ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതെല്ലാം പിടിതെടുത്തോണ്ട് അടി കിട്ടോ? കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും അത് ഡ്രാഗൺ ഫ്രൂട്ട് കാണിക്കണേ. അയ്യോ, കാപ്പിക്കള്ളൻ. ആ കള്ളനെ ക്യാച്ച് ചെയ്യേ. പെട്ടെന്ന് ഓടാൻ പറ്റിയ സ്ഥലമായിരിക്കണം കേട്ടോ. മക്കളെ രണ്ടാൾക്കാരും ഇവിടെ നോക്കുന്നുണ്ട്. കർണാടകക്കാര് അതെന്താണ്? നമ്മുടെ നാട്ടിലെ ബദാമാണ്. കല്ലുകൊണ്ട് അടിച്ച് പൊട്ടിച്ച് തിന്നുമായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ശ്രീനഗർ പോകുമ്പോൾ ഇതെല്ലാം ബദാമാണ്. ഓക്കെ, പിന്നെ നമ്മൾ വേറെ ബദാം കണ്ടു. അതായിരുന്നു ഒറിജിനൽ ബദാം. ഇതെന്ത് കായാന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ജിമിൻ സാർ, ഈ കായ എന്താണെന്ന്? പുളിക്കുരു. സ്വയം ഇട്ട പേരാണോ അതോ എന്താ, ഒന്നുകൂടെ പറയുവോ? അതാണ് അഗ്രികൾച്ചർ പഠിച്ചാലുള്ള ഗുണം. ചെന്തങ്ങാണ്. നീ എന്താ പഠിച്ചേ? എന്തിനാ പഠിച്ചു? അങ്ങനൊന്നും ഇല്ല. ഒരാള് മുണ്ടും മുഖി ഓടുന്നതാണ്. ആരാ ആ പേറ്റം പറയിക്കുന്ന ആള്? മുണ്ടൊന്നും നോക്കൂല. സൂപ്പർ, നല്ല പുഴുണ്ട്. നോക്കുന്നുണ്ട് ഞാൻ, പുഴുണ്ടോ കാണുന്നില്ല. നമുക്ക് കുറച്ചും കൂടെ അടിച്ചു മാറ്റാം. നാളെ തോരനുള്ളതായി. ഞങ്ങൾ ഇനി ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഇവിടെ വരുന്നത്. നിങ്ങൾ അവിടെ നിന്ന് എന്താണ് കൊണ്ടുവരുന്നത്? ചക്ക, മാങ്ങ, തേങ്ങ. ഹെബ്ബാലിൽ നിന്നാ കൊണ്ടുവരുന്നത്? മാങ്ങ. എന്താണ് ആർക്കാണ്? സ്റ്റെഫി കുറച്ച് വളം എടുക്കുന്നോ? ആട്ടുംകാട്ടം, ചാണകം. എന്റെ അമ്മയൊക്കെ അങ്ങ് വാരിപ്പോയിണ്ടാവും. അടിപൊളി പ്ലേസ്. എങ്ങനെയുണ്ട്? ഇളം കാറ്റിൽ എവിടെയോ ഇതാ നമ്മുടെ അതിലാ കല്ല് മൊത്തം പൊട്ടിയിട്ടുണ്ട്. ബദാം പൊട്ടിയിട്ടില്ല. ചീറ്റി. നിങ്ങൾ എന്താ പപ്പായിക്ക് പറയണേ? സ്റ്റെഫി, പപ്പായിക്ക് എന്താ പറയണേ? ഈ മുരിങ്ങയിലേക്ക് എന്താ പറയണേ? എന്താ? മുരിങ്ങയുടെ ഇല. പേരക്ക. ഓക്കെ, ഓൾറെഡി ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചേക്കാണ്. അതും പൊട്ടിയതൊന്നല്ലേ? പൊട്ടിയതായതുകൊണ്ടായിരിക്കണം ആ മരങ്ങൾ. എവിടെയാ പൊട്ടിയത്? ഇത് പൊട്ടിയിട്ടൊന്നുമില്ല. ഒരു സ്ഥലം അറിയില്ല. ഇത് പൊട്ടിയിട്ടൊന്നുമില്ല. പൊട്ടിയതുകൊണ്ടായിരിക്കണം. എവിടെയാ പൊട്ടിനി? അല്ല, ആ സൈഡില് കണ്ടോ?